ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. മുത്തശ്ശൻ കല്യാണി വിളിച്ച് ചോദിക്കുന്നുണ്ട്, നയനെ എവിടെ ഉണ്ടെങ്കിൽ ഫോണൊന്ന് കൊടുക്കാവോ എന്ന്. അപ്പം കല്യാണി പറയും, ഇല്ല നയനെ ഇവിടെ ഇല്ല, നയനെ കണ്ടിട്ട് തന്നെ കുറച്ച് നാളായെന്ന് പറയും. ആണോ മോളെ, എന്നാൽ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുഞ്ഞെന്തിയെന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശൻ അങ്ങ് ഫോൺ വെക്കും. എന്നിട്ട് മുത്തശ്ശിയോട് പറയും, നയനമോൾ അവിടെ ഇല്ല, കല്യാണി തന്നെ നയനെ കണ്ടിട്ട് കുറേ ദിവസമായെന്നാണ് പറയുന്നതെന്ന് പറയും. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പറയും ഡ്രൈവറോട്, വീണ്ടും വണ്ടി ഗോവിന്ദൻ്റെ വീട്ടിലേക്ക് വിടാം. ഗോവിന്ദനും കനകയും സിറ്റൗട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കനക പറയും, നവ്യമോൾ ഇപ്പം വിളിച്ചതേ ഉള്ളൂ. നേരത്തെയൊക്കെ നവ്യമോൾക്ക് നയനയോട് ഭയങ്കര അസൂയയും കുശുമ്പൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം പക്ഷേ അവൾക്ക് നയനയോട് ഭയങ്കര സ്നേഹമാണ്, അവളെ കാണാതിരിക്കുന്നതിൻ്റെ വിഷമം ഉണ്ടെന്നൊക്കെ വിളിച്ചെന്നൊക്കെ പറയും. അന്നേരം ആണ് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്ന കാർ അവിടെ വീണ്ടും വന്ന് നിൽക്കുന്നത്. അപ്പം ഗോവിന്ദൻ പറയും, അയ്യോ മുത്തശ്ശനും മുത്തശ്ശിയാണല്ലോ ആദർശ് മോൻ്റെ, എന്താ വീണ്ടും അവർ വന്നതെന്ന് ചോദിക്കും. കനകയും ഗോവിന്ദനും പിന്നീട് മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കും, എന്താ സാർ വീണ്ടും വന്നേ എന്നൊക്കെ ചോദിക്കും. പറയും, അല്ല അങ്ങോട്ട് പോയപ്പോഴാണ് ഓർത്തത്, നിങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞതല്ലായിരുന്നു, കഴിക്കാതെ പോയാൽ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് ഇയാൾ പറഞ്ഞു, അത് കാരണം ഞങ്ങളിന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകുന്നുള്ളെന്ന്. അപ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ഒരു വെപ്രാളമൊക്കെ ആകുന്നുണ്ട്. അത് മുത്തശ്ശനും മുത്തശ്ശിയും ശ്രദ്ധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്താ ഞങ്ങൾ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പം നിങ്ങൾക്കൊരു വെപ്രാളം പോലെ എന്ന് മുത്തശ്ശൻ ചോദിക്കും. മുത്തശ്ശിയും പറയും, ഞങ്ങൾ എന്തായാലും ഇന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, നയനമോൾ വന്നിട്ട് കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് പറയും. ഉടനെ കനക പറയും, നയനമോൾ ചിലപ്പം കല്യാണിയുടെ അടുത്തൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നതെന്ന്. എന്നാൽ സാരമില്ല, നിങ്ങൾ എന്തുണ്ടാക്കിയാലും അത് കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളെന്ന് മുത്തശ്ശിയും പറയും. അപ്പം ഗോവിന്ദന് മനസ്സിലാവും ഇവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന്. അപ്പം ഗോവിന്ദൻ പറയും, കനകയെ നീ ഇവരെ അകത്തേക്ക് വിളിക്കുക, ഇവരെന്തൊക്കെയോ ഒക്കെ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് പറയും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ വെപ്രാളം കണ്ടപ്പം ചില സംശയങ്ങൾ തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നെന്ന് പറയും. എന്നിട്ട് കനക മുത്തശ്ശനെയും മുത്തശ്ശിയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. ഇവരകത്തേക്ക് ചെല്ലുമ്പോഴാണ് നന്ദു നയനയെ പിടിച്ചുകൊണ്ട് പതുക്കെ നടത്തിക്കൊണ്ട് വരുന്ന കാണുന്നത്. അപ്പം നയനയുടെ അവസ്ഥ കാണുമ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര ഷോക്കാവും. അപ്പം അവർ രണ്ടുപേരും ഓടി ചെല്ലും. എന്ത് പറ്റി മോളെ, എന്താ മോൾക്ക് പറ്റിയത്, വല്ല അസുഖമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം നയന അങ്ങ് ഇവരെ കണ്ടതിൻ്റെ ഷോക്കിലിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഉടനെ കനക പറയുന്നുണ്ട്, മോൾക്ക് അസുഖമൊന്നുമില്ല, മോള് അവളുടെ അമ്മായിയമ്മയെ ഒന്ന് സഹായിക്കാൻ പോയതാണെന്ന് പറയും. എന്ത് പറ്റിയെന്ന് അവർ ചോദിക്കുമ്പോൾ പറയും, നയനമോളാണ് ദേവയാനിക്ക് കരൾ കൊടുത്തതെന്ന്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ശരിക്കും ഷോക്കാവുന്നുണ്ട്. എന്നിട്ടെന്താ ആരും ഞങ്ങളോട് ഇത് പറയാഞ്ഞത്, ആദർശോ ജയനോ ആരും ഞങ്ങളോട് ഇത് പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയും. അപ്പോഴത്തേന് നയന പറയുന്നുണ്ട്, അവരോടൊക്കെ ഞാനാ പറഞ്ഞ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇത് പറയരുതെന്നും നിങ്ങൾക്ക് വിഷമമാകുമെന്നും പറഞ്ഞത് ഞാനാണെന്ന് നയന പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദനകത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശനോടും മുത്തശ്ശിയോടും കള്ളം പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, അതിന് ക്ഷമിക്കണമെന്ന്. അപ്പം മുത്തശ്ശൻ പറയും, ഗോവിന്ദൻ ഞങ്ങളോട് ക്ഷമയൊന്നും പറയണ്ട, ഗോവിന്ദനോട് ഞങ്ങളാണ് ക്ഷമ പറയേണ്ടത്. ഇത്രയും നല്ലൊരു മകളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നില്ലേ, എന്നിട്ടും ദേവയാനി അവളെ വെറുക്കുന്നത് കാരണം ഞങ്ങളാണ് നിങ്ങളോട് ക്ഷമ പറയുന്നത്. ഇത്രയും വലിയൊരു ഉപകാരം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചെയ്ത നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ പറയും, ഞങ്ങൾക്കൊന്നും ചെയ്തു തരണ്ട, ഇനി എൻ്റെ മോള് തിരിച്ച് അനന്തപുരി വരുമ്പോൾ ആ വീട്ടിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ മാത്രം മതിയെന്ന്. അപ്പം മുത്തശ്ശൻ പറയും, ഇനി അതിനുവേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആദർശും ജയനും അതെല്ലാം നോക്കിക്കോളും എന്ന് പറയും. മുത്തശ്ശി നയനെ പിടിച്ച് കരയുന്നൊക്കെയുണ്ട്, മോൾക്ക് വേദനയുണ്ടോ വയ്യാഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ച്. ഒരു കുഴപ്പമില്ല മുത്തശ്ശി, ഇപ്പം മുറിവൊക്കെ കരിഞ്ഞു, ആ സമയത്ത് വേറെ ആരെയും ഇങ്ങനെ കരളൊക്കെ കൊടുക്കാൻ കിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തതെന്നും നയന പറയും. ദേവയാനി ഇത് അറിഞ്ഞോ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഇല്ല മുത്തശ്ശി, അമ്മ അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞാൽ എൻ്റെ കരൾ സ്വീകരിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്ന് മുത്തശ്ശിയോട് നയന പറയും. അപ്പം മുത്തശ്ശി പറയും, ശരിയാ, അവളുടെ സ്വഭാവത്തിന് ഇപ്പോൾ അങ്ങനെ അത് വേണ്ടെന്ന് പറയുകയോ ചെയ്യത്തുള്ളെന്ന്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിക്ക് വെള്ളവും മരുന്നുമൊക്കെ എടുത്തു കൊടുക്കുന്ന ജയനെയാണ്. അപ്പം ജയനോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എനിക്ക് കരൾ തന്ന ആ കുട്ടിയുടെ ഫോട്ടോ വല്ലതും ചേട്ടൻ്റെ കയ്യിലുണ്ടോ എന്ന്. ഇല്ല, അതൊന്നും എടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നല്ലോ ആ സമയത്ത് നമ്മളാരും, അതുകൊണ്ട് ഇല്ലെന്ന് പറയും. ഞാൻ ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞതായിരുന്നല്ലോ, എനിക്ക് ഒന്ന് കാണാൻ പറ്റിയില്ലെന്ന്. സാരമില്ല, ഇനി നമുക്ക് എല്ലാം ഭേദമായി കഴിയുമ്പോൾ പോയി കാണാമെന്ന് ജയൻ പറയും.
എന്തായാലും ആ കുട്ടിക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോഴാണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. ആദർശ് പറയും, അച്ഛാ മുത്തശ്ശൻ എന്നെ വിളിച്ചു കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വീട് വരെ പോവാന്ന് പറയും. എന്താ വീട്ടിൽ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടായോ എന്ന് ജയൻ തിരക്കുന്നുണ്ട്. ഉടനെ ദേവയാനി പറയും, അനാമിക മോൾ തിരിച്ചു വന്നില്ലേ, അത് ചിലപ്പോൾ ആ നവിക്ക് ഇഷ്ടപ്പെട്ട് കാണുകയില്ല, അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതായിരിക്കുമെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടെന്നൊന്നുമില്ല. കാര്യമൊന്നും അറിയത്തില്ല അച്ഛാ, എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് പോകും. അപ്പം ദേവയാനി പറയും, എനിക്ക് നമ്മുടെ മോനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണെന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കും. അല്ല, നമ്മുടെ മോന് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു പെണ്ണിനെ അല്ലല്ലോ കിട്ടിയത്, നയനെ പോലുള്ള ഒരു പെണ്ണെ അല്ലായിരുന്നു നമ്മുടെ കുടുംബത്ത് വന്ന് കയറേണ്ടത്, അതുകൊണ്ട് അവൻ്റെ ജീവിതം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ടെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ജയന് ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. എന്തായാലും അവൻ മലയ്ക്ക് പോയിട്ട് വരുന്നോടം വരെ നയനയോട് വീട്ടിൽ പോയി നിന്നോളാൻ ഞാൻ പറഞ്ഞിരുന്നു, അവൾ എന്നാലും വരത്തില്ലായിരിക്കും, ഇനി അത് കഴിഞ്ഞു അവളങ്ങ് സ്ഥിരമായിട്ട് അവിടെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരികയേ ചെയ്യരുതായിരുന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അവൾ സ്വയം അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അനാമിക മോളെപ്പോലെ നല്ലൊരു പെൺകുട്ടിയെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ദേവയാനി ജയനോട് പറയും. അത് കേൾക്കുമ്പം ജയൻ പറയുന്നുണ്ട്, ഇനി നയന മോളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനായിട്ട് എനിക്ക് സാധിക്കില്ല, അതുപോലെ തന്നെ ആദർശം നയനയുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയെ കാണത്തേയില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇനി അവളെ മാറ്റി വെക്കാനായിട്ട് ഞങ്ങൾക്കൊരിക്കലും സാധിക്കില്ല, അങ്ങനെ ചെയ്താൽ അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായി പോവും, ദൈവം ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജയൻ ഇറങ്ങി അങ്ങ് പോകും. മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എന്തായാലും നയനമോൾ അത്രയും നല്ല കാര്യം ചെയ്തതല്ലേ, മോൾക്ക് ആവശ്യമായ പാരിതോഷികമൊക്കെ കൊടുക്കണം, അവരുടെ വീട്ടുകാർക്കും വല്ലതുമൊക്കെ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയും, അവരതൊന്നും സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്കെല്ലാം ചെയ്യണമെന്നൊക്കെ പറയും. ഉടനെ മുത്തശ്ശൻ പറയും, നമുക്ക് തിരുമേനി ഒന്ന് പോയി കാണണം, ചില പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യണമെന്ന്. അതെന്തിനാണെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അല്ല, ദേവയാനി ഇപ്പോഴും നയനമോളെ അറിയുന്നുമില്ല, അവളെ വെറുക്കുകയും ചെയ്യുന്നുണ്ട്, അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റി വരുന്നതിന് ദൈവത്തിന് പൊറുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയും. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ആദർശിനോട് മുത്തശ്ശനും മുത്തശ്ശിയും പറയും, ഞങ്ങൾക്ക് ദേവയാനിക്ക് കരൾ കൊടുത്ത കുട്ടിയെ ഒന്ന് കാണണമെന്ന്. അപ്പം ആദർശ് അങ്ങ് നിന്ന് പതറുന്നൊക്കെയുണ്ട്. അത് പിന്നെ മുത്തശ്ശ ഇൻഫെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവരുടെ വീട്ടിലോട്ട് ആരെയും കയറ്റുന്നില്ല എന്നൊക്കെ പറയും. അത് സാരമില്ല, അല്ലെങ്കിൽ അവളുടെ കുടുംബക്കാരെ ആരെങ്കിലും കണ്ടാൽ മതി, ഭർത്താവിനെയോ മാതാപിതാക്കളെയോ ഒക്കെ കാണാമല്ലോ, അവർക്ക് ഇൻഫെക്ഷനൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പം ആദർശിന് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, നിന്ന് പരുങ്ങുന്നൊക്കെയുണ്ട്. എന്നായാലും ആ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയും, അതാ ഒരു കാര്യം, നയനയെന്ന് തന്നെയാണ് ആ കുട്ടിയുടെയും പേരെന്ന് പറയും. ആണോ, അത് ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ പേരപ്പോൾ ആദർശെന്ന് പോലെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ അതുപോലൊക്കെ ഏകദേശം എന്നൊക്കെ ആദർശ് നിന്ന് തട്ടി മുട്ടിയൊക്കെ പറയും. അന്നേരം മുത്തശ്ശി പറയും, മോൻ നിന്ന് ഉരുകൊന്നും വേണ്ട, ഞങ്ങളിപ്പോൾ നയനെ കണ്ടേച്ചാ വരുന്നെന്ന് പറയും. അപ്പം ആദർശ് അങ്ങ് ഞെട്ടുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ആദർശിനോട് പറയും, എന്തായാലും മോൾ അത്രയും നല്ല കാര്യമൊക്കെ ചെയ്തതല്ലേ മോനെ, അവരുടെ കുടുംബത്ത് ചെയ്യാവുന്ന എല്ലാം മോൻ ചെയ്തു കൊടുക്കണം, ആ വീട് മേടിച്ച് കൊടുത്ത പോലെ തന്നെ ബാക്കി എല്ലാ കാര്യവും ചെയ്യണമെന്ന് പറയും. അവരൊന്നും സ്വീകരിക്കില്ല മുത്തശ്ശ, എന്നാലും ചെയ്യാമെന്നൊക്കെ പറയും. പിന്നീട് ആദർശ് നയനയുടെ അടുത്ത് ചെല്ലുമ്പം പറയുന്നുണ്ട്, നീ എന്താ മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ കാണാൻ വന്നെന്നുള്ള കാര്യം എന്നെ വിളിച്ച് പറയാഞ്ഞെന്ന്. അതെന്തായാലും ആദർശേട്ടൻ വീട്ടിൽ വരുമ്പോൾ അറിയുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിച്ച് പറയാഞ്ഞെന്ന്. എന്തായാലും നീ ചെയ്ത കാര്യം അവരറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിനക്ക് പാരിതോഷികങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കുമെന്ന് ആദർശ് പറയും. അപ്പം നയന പറയും, എനിക്കൊന്നും വേണ്ട ആദർശേട്ടാ, ഞാൻ എൻ്റെ കടമയല്ലേ ചെയ്തെന്ന്. അതല്ല, പാരമ്പര്യമായി സ്വത്തുള്ളവരാണ് അനന്തപുരിക്കാർ, അവരെ ആരെന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് അതിന് തക്കതായ പ്രതിഫലം കൊടുക്കാറുണ്ട്. അതെന്തായാലും നിനക്കും നിൻ്റെ കുടുംബത്തിനും ഇനി അത് വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറയും. ആദർശേട്ടൻ ഞങ്ങൾ പറയാതെ തന്നെ ഈ വീട് മേടിച്ചു തന്നില്ലേ, അത് തന്നെ വലിയൊരു പാരിതോഷികമല്ലേ, ഇനി അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.